ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ അഖിൽ ജോയന്റെ മൃതദേഹം ഇന്ന് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. കൊല്ലപ്പെട്ട് ഒരു മാസത്തിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അഭിജിത്ത്, ഇപ്പോൾ യുക്രൈനിലെ ഒഡേസ തുറമുഖത്തിന് സമീപത്തുണ്ടായ ഒരു ആക്രമണം, അതിൽ അഖിൽ ജോയിൻ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ന് എപ്പോഴായിരിക്കും അഖിലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക? സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് കുടുംബം ആലോചിക്കുന്നത്? അഭിജിത്ത്, ഷിഹാസ്, കഴിഞ്ഞ മാസം 19-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്തിൽ വെച്ച് ചരക്ക് കപ്പലിന് നേരെ റഷ്യൻ ആക്രമണം ഉണ്ടാവുകയും അതിൽ ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെടുകയുമായിരുന്നു. 4 ഇന്ത്യക്കാരുൾപ്പെടെ 10 പേരുടെ മരണമാണ് അന്ന് സംഭവിച്ചത്. ഇന്ത്യൻ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയായിരുന്നു റഷ്യൻ ആക്രമണം. ആ ആക്രമണത്തിൽ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും അതിലൊരാൾ മലയാളിയായിരുന്നു, മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ അഖിൽ ജോയൽ. അദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോൾ ഒരു മാസത്തിന് ശേഷം, അതായത് ജൂലൈ 19-നാണ്, ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മൃതദേഹം ജന്മനാടായ വെള്ളരിക്കുണ്ടിലേക്ക് എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുക. നിലവിൽ അങ്ങനെയാണ് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ, ആ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം നടന്ന് ഇപ്പോൾ ദിവസങ്ങൾക്കിപ്പുറമാണ് അഖിൽ ജോയലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ വെള്ളരിക്കുണ്ടിലെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് വെള്ളരിക്കുണ്ടിൽ തന്നെയുള്ള പള്ളിയിൽ അഖിലിന്റെ സംസ്കാര ചടങ്ങുകളും നടക്കും. ഷിഹാസ്. ശരി അഭിജിത്ത്.